ഹായ് സുഹൃത്തുക്കളെ, ഐപ്ലസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. കേരള വാട്ടർ അതോറിറ്റി അസിസ്റ്റന്റ് എഞ്ചിനീയർ പരീക്ഷയുടെ പരീക്ഷ തീയതി വന്നിട്ടുണ്ട്. ഓൾറെഡി പരീക്ഷയ്ക്ക് അപ്ലൈ ചെയ്ത ആളുകളുടെ ഫോണിലേക്ക് മെസ്സേജ് വന്നിട്ടുണ്ടാവും. പരീക്ഷയ്ക്ക് ഇപ്പോൾ കൺഫർമേഷൻ കൊടുക്കാനുള്ള സമയമാണ്. നിങ്ങളുടെ പ്രൊഫൈൽ ചെന്നിട്ട് PSC പ്രൊഫൈൽ ചെന്നിട്ട് വൺ ഡേ രജിസ്ട്രേഷൻ വഴി കൺഫർമേഷൻ കൊടുക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഇല്ലെങ്കിൽ നിങ്ങൾക്ക് പരീക്ഷ എഴുതാൻ സാധിക്കില്ല. പരീക്ഷാ തീയതി സെപ്റ്റംബർ 16 തീയതിയാണെന്ന് ഓർക്കുക. സെപ്റ്റംബർ 16 നമ്മുടെ KWA പരീക്ഷ നടക്കുന്നത്. ഒരുപാട് ഉദ്യോഗാർത്ഥികൾ കാത്തിരിക്കുന്ന ഒരു പരീക്ഷയാണ്. പ്രത്യേകിച്ചും സിവില്, മെക്കാനിക്കൽ, കെമിക്കൽ ഈ മൂന്ന് സ്ട്രീമിലുള്ള ഉദ്യോഗാർത്ഥികളെ സംബന്ധിച്ചും ഈ പരീക്ഷ എഴുതാനായിട്ട് സാധിക്കും. ഇതിന്റെ സിലബസ് എന്ന് പറയുന്നത് കഴിഞ്ഞ തവണത്തെ സിലബസിൽ നിന്ന് ഒരു മാറ്റവും ഇല്ലാതെയാണ് PSC പബ്ലിഷ് ചെയ്തിട്ടുള്ളത് എന്നുള്ള കാര്യം നമ്മൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതായിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 25 മാർക്ക്, മെക്കാനിക്കലിൽ നിന്ന് 25 മാർക്ക്, കെമിക്കൽ എഞ്ചിനീയറിംഗിൽ നിന്ന് 25 മാർക്ക്, ജോബ് റിലേറ്റഡ് ടോപ്പിക്സിൽ നിന്ന് 25 മാർക്ക് എന്നിങ്ങനെയാണ് നമ്മുടെ ഈ ഒരു സിലബസ് പബ്ലിഷ് ആയിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് പഠനം തുടരുന്ന വരുന്ന ആളുകളെ സംബന്ധിച്ച് വളരെ അഡ്വാൻറ്റേജ് ആണ്. നമ്മൾ ഡീറ്റെയിൽഡ് ആയിട്ടുള്ള സിലബസ് ഡിസ്കഷനൊക്കെ ഇതേ ചാനലിൽ തന്നെ നമ്മൾ ഇട്ടിട്ടുണ്ട്. സിവിൽ എഞ്ചിനീയറിംഗിൽ നിന്ന് നമുക്കറിയാവുന്ന പോലെ മെക്കാനിക്സ്, സോളിഡ് സ്ട്രക്ചർ അനാലിസിസ്, അതുപോലെ തന്നെ ഫ്ലൂയിഡ് മെക്കാനിക്സ്, വാട്ടർ സോഴ്സ് എഞ്ചിനീയറിംഗ്, സർവേയിങ് ലെവലിംഗ്, ക്വാണ്ടിറ്റി സർവേയിങ് ആൻഡ് വാലുവേഷൻ, അതുപോലെ തന്നെ ബിൽഡിംഗ് മെറ്റീരിയൽസ്, കൺസ്ട്രക്ഷൻ ടെക്നോളജി, കൺസ്ട്രക്ഷൻ മാനേജ്മെന്റ് വലിയ ടോപ്പിക്കാണ് ഈ പറയുന്നത്. പക്ഷെ 3 മാർക്കേ ഉള്ളൂ. അപ്പോൾ ഇപ്പോഴും മാർക്കിന്റെ ഡിസ്ട്രിബ്യൂഷൻ അനുസരിച്ച് പഠിക്കാനായിട്ട് ശ്രദ്ധിക്കുക. ഡിസൈൻ ഓഫ് സ്ട്രക്ചേഴ്സ് 4 മാർക്ക് അവിടെ വരുന്നുണ്ട്. ജിയോ ടെക്നിക്കലി 4 മാർക്ക് വരുന്നുണ്ട്. അതുകൂടാതെ ട്രാൻസ്പോർട്ടേഷൻ എഞ്ചിനീയറിംഗിൽ 2 മാർക്കാണ് ഉള്ളത്. ഇത്രയാണ് സിവിൽ എഞ്ചിനീയറിംഗിന്റെ ടോപ്പിക്കുകൾ. പിന്നീട് നമ്മൾ മെക്കാനിക്കലിലേക്ക് വരുമ്പോൾ മെക്കാനിക്സ് 3 മാർക്കിനുണ്ട്. മെറ്റീരിയൽസ് ആൻഡ് മെക്കാനിക്സ് സോളിഡ്സ്, നമ്മുടെ സ്ട്രക്ചർ ഓഫ് മെറ്റീരിയൽസ് ഇവിടെ കയറി വരുന്നത് 4 മാർക്കാണ് ഇതിൽ വരുന്നത്. ഡൈനാമിക്സ് ഓഫ് മെഷീനറി 6 മാർക്കിനുണ്ട്. FM ബാക്കി ഭാഗം മെക്കാനിക്കലിൽ കിടപ്പുണ്ട്. FM ആൻഡ് ഹീറ്റ് ട്രാൻസ്ഫർ 6 മാർക്ക് ഇവിടെ നമുക്ക് വരാനുണ്ട്. ഇൻഡസ്ട്രിയൽ ആൻഡ് പ്രൊഡക്ഷൻ എഞ്ചിനീയറിംഗ് ഒരുമിച്ചിട്ടിരിക്കുക. അതൊക്കെ വലിയ ടോപ്പിക്കുകളാണ്, ഒരുമിച്ച് കമ്പൈൻ ചെയ്തിരിക്കുകയാണ്. 6 മാർക്കാണ് 5ാമത്തെ മൊഡ്യൂളിൽ എന്നുള്ളത്. പിന്നീട് കെമിക്കൽ എഞ്ചിനീയറിംഗിന്റെ ഭാഗത്ത് നിന്ന് 5 മൊഡ്യൂൾ 5 മാർക്ക് വീതമുള്ള 5 മൊഡ്യൂൾ 25 മാർക്ക്. പാർട്ടിക്കൽ ടെക്നോളജി 5 മാർക്കുണ്ട്. പിന്നീട് നമ്മൾ നോക്കുകയാണെങ്കിൽ താഴേക്ക് വരുമ്പോൾ സ്റ്റോഷിയോമെട്രിയിൽ നിന്ന് 3 മാർക്കിന്റെ ചോദ്യങ്ങളുണ്ട്. ഇൻസ്ട്രുമെന്റേഷനിൽ നിന്ന് 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ഉണ്ട്. പ്രോസസ് കൺട്രോളിൽ നിന്ന് 3 മാർക്കിന്റെ ചോദ്യമുണ്ട്. മാസ് ട്രാൻസ്ഫറിൽ നിന്ന് 6 മാർക്കിന്റെ ചോദ്യമുണ്ട്. പോളിമർ ടെക്നോളജിയിൽ 5 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ഉണ്ട്. ഇത്രയാണ് നമ്മുടെ കെമിക്കൽ എഞ്ചിനീയറിംഗ് എന്നുള്ളത്. 5 മൊഡ്യൂൾ അല്ല, 6 മൊഡ്യൂളുണ്ട്. അടുത്ത പാർട്ട്, ലാസ്റ്റ് പാർട്ട് എന്ന് പറയുന്നത് ജോബ് റിലേറ്റഡ് ടോപ്പിക്സ് ആണ്. ഇത് ബേസിക്കലി എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് തന്നെയാണ്. അതായത് സിവിലിന്റെ ഒക്കെ പരീക്ഷകളിൽ നമ്മൾ പഠിക്കുന്ന എൻവയോൺമെന്റൽ എഞ്ചിനീയറിംഗ് തന്നെയാണ്. വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് ആകെ 25 മാർക്കാണ് ഉള്ളത്. അതിൽ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് എന്നുള്ളതിൽ 15 മാർക്ക്. അവിടെ വാട്ടർ സപ്ലൈ സോഴ്സ്, വാട്ടർ ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റംസ്, ദെൻ പമ്പിംഗ് മെഷീനറിയുടെ ഓപ്പറേഷൻ, അതുപോലെ വാട്ടർ മീറ്റർ, ഇൻസ്ട്രുമെന്റേഷൻ, ടെലിമെട്രി, സ്കാഡ തുടങ്ങിയ കാര്യങ്ങളാണ് വരുന്നത്. വേസ്റ്റ് വാട്ടർ എഞ്ചിനീയറിംഗ് 10 മാർക്ക്. അപ്പോൾ വാട്ടർ സപ്ലൈ എഞ്ചിനീയറിംഗ് 15 മാർക്ക്, വേസ്റ്റ് വാട്ടർ 10 മാർക്ക്. അങ്ങനെയാണ്. അതിനകത്ത് നമുക്ക് വേസ്റ്റ് വാട്ടർ ട്രീറ്റ്മെന്റ്, കെമിക്കൽ യൂണിറ്റ് പ്രോസസ്സ്, അതുപോലെ തന്നെ ട്രീറ്റ്മെന്റ് സിസ്റ്റംസ്, വേസ്റ്റ് വാട്ടർ എന്താണ് റിക്ലമേഷൻ ആൻഡ് റീയൂസ് തുടങ്ങിയ കാര്യങ്ങളാണ് ഈ ഭാഗത്ത് നിന്ന് പഠിക്കാനുള്ളത്. അപ്പൊ ഇത്രയാണ് പ്രധാനമായിട്ടും നമ്മുടെ സിലബസ് വരുന്നത്. ഐപ്ലസിന്റെ ക്രാഷ് കോഴ്സ് അവൈലബിൾ ആണ്. ഐപ്ലസിന്റെ ക്രാഷ് കോഴ്സിലേക്ക് നിങ്ങൾക്ക് ഇപ്പോൾ ജോയിൻ ചെയ്യാം. വളരെ ചെറിയ ഫീസിൽ ഐപ്ലസിന്റെ ക്രാഷ് കോഴ്സിൽ ജോയിൻ ചെയ്യാം. അപ്പോൾ ഈ സിലബസ് ഇനിയാണെങ്കിൽ നിങ്ങൾ ആത്മാർത്ഥമായിട്ട് പരിശ്രമിച്ച് കഴിഞ്ഞാൽ മാക്സിമം ടൈം കൊടുക്കുകയാണെങ്കിൽ കവർ ചെയ്തെടുക്കാൻ പറ്റും. നല്ല സ്കോറിലേക്ക് എത്താനായിട്ട് പറ്റും. യൂഷ്വലി കട്ട് ഓഫ് ഒരുപാട് മുകളിലേക്ക് പോകാറില്ല. കാരണം പല സബ്ജക്റ്റുകൾ വരുന്നത് കൊണ്ട് തന്നെ കട്ട് ഓഫ് ഒരുപാട് മുകളിലേക്ക് പോകാറില്ല. അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് ട്രൈ ചെയ്ത് നോക്കാവുന്നതാണ്. ഐപ്ലസിനൊപ്പം കൂടാം. എല്ലാവർക്കും എല്ലാവിധമായ ആശംസകൾ നൽകുന്നു. ഓൾ ദ ബെസ്റ്റ്. താങ്ക് യു.